ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് ഈ വീഡിയോ അല്ല, ഞാൻ ആ മാറ്ററിനെ കുറിച്ച് ഇനി വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ്. അതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. അത് അതോടുകൂടി വിട്ട കാര്യമാണ്. വീണ്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട, ഇനി അത് വിട്ടേക്കാം. പിന്നെ അയാൾ ക്ഷമയും ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിച്ച ഒരാളിനെ കുറിച്ച് പിന്നെയും നമ്മൾ വീഡിയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത് ഞാൻ അതോടുകൂടി വിട്ട കാര്യമാണ്. പിന്നെ ഇന്നലെ ഉണ്ട് കിടക്കുന്ന ലൈവിൽ വന്നിട്ട് പറയുന്നു ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ നാണമില്ലേ? ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് എൻ്റെ ചുണ്ടിനകത്തല്ലേ? ഞാൻ നിങ്ങളുടെ ചുണ്ടിനകത്ത് ലിപ്സ്റ്റിക് ഇടാൻ പറഞ്ഞോ? ഇല്ലല്ലോ, ഞാൻ എൻ്റെ ചുണ്ടിലാണ് ലിപ്സ്റ്റിക് ഇട്ടത്. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് പറയേണ്ട യാതൊരു കാര്യമില്ല. അത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണ്? ഞാൻ എൻ്റെ ചുണ്ടിനകത്ത് ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ ഇട്ട് നിങ്ങൾക്കത് ചോദിക്കേണ്ട കാര്യമില്ല. അത് എൻ്റെ ഇഷ്ടമാണ്, അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിൽ നിങ്ങൾക്ക് കൈകടത്തേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങളുടെ തലയിലെ വിഗ് എടുത്ത് മാറ്റിയിട്ട് വന്നിട്ട് സംസാരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ചുണ്ടിലിട്ട ലിപ്സ്റ്റിക്ക് ഇടണോ അതോ കുറയ്ക്കണ്ടയോ ഇനി ഇടണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് നിങ്ങളുടെ തലയിലിരിക്കുന്ന വിഗ് മാറ്റിയിട്ട് വന്നിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ ഒന്ന് ഇതിൽ പ്രദർശിപ്പിക്കുക. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആണുങ്ങളായി ഇത്രയും കുശുമ്പും കിബറും ഉണ്ടാവരുത്. ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? എൻ്റെ പല സുഹൃത്തുക്കൾക്കും നിങ്ങളൊരു മെസ്സേജ് അയച്ചു ജുനൈദിനെതിരെ വീഡിയോ ചെയ്യാൻ. അത് ഇത്രയും കുശുമ്പുള്ളവർക്കേ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് അവരൊക്കെ അരിയാഹാരമാണ് കഴിക്കുന്നത്. നിങ്ങളുടെ അസുഖം അവർക്ക് മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. എനിക്ക് നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത്. ഇടത്തെ ചുമലിലുള്ള മലക്കുണ്ടല്ലോ, ശപിക്കുന്നുണ്ടാവും. ഇമ്മാതിരി കുശുമ്പും പുന്നായ്മയും പറയും. ഒരാൾ കറുത്തതാണോ വെളുത്തതാണോ, ലിപ്സ്റ്റിക് ഇടുന്നതാണോ ലിപ്സ്റ്റിക് ഇടാത്തതാണോ, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. അതൊന്നും നിങ്ങളിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. സത്യത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? അസൂയാവുന്ന തരത്തിൽ തന്നെയാണ് ജുനൈദിൻ്റെ വളർച്ച. എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ജുനൈദ് ഇത്രയും ഒരു ഇതിലെത്തിയത്. 2 ദിവസം കൊണ്ട് വീഡിയോ ഇടുന്നു, അവൻ മോണിറ്റൈസേഷൻ ആവുന്നു, എല്ലാം ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമാണ്. അത് ശരിയാണ്, എല്ലാവർക്കും അസൂയ തോന്നും. പക്ഷേ ഞങ്ങളാരും ഇങ്ങനെ തളർത്താറില്ല ആരെയും. നമ്മൾക്ക് അസൂയം കുശുമ്പും നമ്മൾക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇമ്മാതിരി തളർത്തൽ ഞങ്ങളാരും ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് ചങ്ങാതി? അയാളുടെ പാട്ടിന് വിട്ടുകൂടെ? ദിയയുടെ വീട്ടിലോട്ട് വിളിച്ചിട്ട് കുറേ ജുനൈദിൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ദിയാൻ്റെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് കുറേ കണക്കിന് കിട്ടിയപ്പോൾ അതൊന്നും നടക്കില്ല എന്ന് തോന്നിയപ്പോൾ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ നിങ്ങൾ രണ്ടാമത് ക്ഷമ ചോദിച്ച് വന്നപ്പോൾ ഞാൻ എല്ലാം അവസാനിപ്പിച്ചതാണ്. പിന്നെ നിങ്ങൾ ഇമ്മാതിരി തെണ്ടിത്തരം ഇന്നലെ ഈ ലൈവിൽ വന്നിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഈ യൂട്യൂബ് ചെയ്യുന്ന നിങ്ങളോടൊപ്പം നിൽക്കാത്ത പെണ്ണുങ്ങളൊക്കെ മോശമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? കാണുന്ന AP ഉസ്താദിനെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേരും പറഞ്ഞാണ് ഇയാൾ ഈ ഇമ്മാതിരി തറപ്പണി എടുക്കുന്നത്. ഞാനിന്നലെ ജുനൈദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജുനൈദിനെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ആര് പറഞ്ഞാലും പെട്ടെന്നൊന്നും തളരുന്ന ആളല്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ കുശുമ്പും പുന്നായ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ആരെന്ത് പറഞ്ഞാലും ഒരിക്കലും തളരാൻ പോകുന്നില്ല. ഈ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഒരു ചൊല്ലുണ്ട്, തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല എന്ന്. അതുപോലെയാണ് ജുനൈദ്. എന്തായാലും ജുനൈദിൻ്റെ പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോവുക. ഈ കുശുമ്പും പുന്നായ്മയും കൊണ്ട് നടക്കുന്നവർ നടക്കട്ടെ, അവരെയൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ ജുനൈദ് ലൈവിൽ വന്നിട്ട് ഒരു പറ്റം അമ്മമാർ ജുനൈദിന് സപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ ആരുമില്ലാത്ത അമ്മമാർക്ക് സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും, അവരെ ചേർത്ത് പിടിക്കും എന്ന് പറയുന്നത് കേട്ടു. അത് കേട്ടിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാമെന്നൊരു സുഹൃത്ത് പറയുന്നത് കേട്ടു. അദ്ദേഹം ഒരു കെട്ടിടമാണ് സ്പോൺസർ ചെയ്തത്. അപ്പോൾ അത്രയും വിശ്വാസമാണ് ജുനൈദിലൂടെ ഓരോരുത്തർക്കും ഉള്ളത്. അപ്പോൾ അത്രയ്ക്ക് മാത്രം ജുനൈദിനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അത്രയ്ക്കും വിശ്വാസമുണ്ട് ജുനൈദിനെ. അതുകൊണ്ടാണല്ലോ അയാൾ ഇങ്ങനെയൊരു ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ഇത് സ്പോൺസർ ചെയ്യാനുള്ള കാരണം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ഇവിടെ കിടന്ന് എന്ത് ചെയ്തിട്ടും, നമ്മളല്ല നിങ്ങൾ ഇവിടെ കിടന്ന് എന്ത് കാണിച്ചിട്ടും എന്ത് കുശുമ്പും പുന്നായ്മയും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഇയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റുമോ?
എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഈ കുശുമ്പും ഇതൊക്കെ മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും ആണുങ്ങൾക്ക് ഇത്രയും കുശുമ്പും പുന്നായ്മയും കൊണ്ട് നടക്കരുത്. എനിക്കിതാ പറയാനുള്ളത്. നിങ്ങൾ ഈ കുശുമ്പും പുന്നായ്മയും അവരെന്ത് ചെയ്തു ഇവരെന്ത് ചെയ്തു എന്ന് കാണിക്കുന്നത് നോക്കി നടക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളതൊക്കെ ചെയ്യ്. അല്ലാതെ മറ്റുള്ളവർ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്ത് കാണിക്കുക. ഈ ഒരു സമയം മതിയല്ലോ, ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് ചൊറിയുന്ന ആ ഒരു സമയം മതിയല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ അതെന്തെങ്കിലും ചെയ്ത് കാണിക്കുക. അപ്പം ആർക്ക് ലിപ്സ്റ്റിക്ക് കുറഞ്ഞു എന്നോ, ആര് ലിപ്സ്റ്റിക്ക് ഇട്ടു എന്നോ, ആര് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല എന്നോ, അവരങ്ങനെയാണെന്നോ അവരിങ്ങനെയാണെന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വീഡിയോ റീച്ചാക്കാൻ നോക്ക്. നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുക. നിങ്ങൾ എന്തെങ്കിലും സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരാളായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ എനിക്ക് ഇനി ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള എനിക്കൊരു ഇതില്ല. ഇത് എല്ലാം നിർത്തിയെന്ന് പറയും, പിന്നെയും അവിടെ നിന്ന് തുടങ്ങും. നിങ്ങളത് നിർത്തിയെന്ന് പറഞ്ഞാൽ അത് നിർത്തിയതാണെങ്കിൽ അതോടുകൂടി തീർന്നില്ലേ? പിന്നെ ഈ ലൈവിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെയും നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിനെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചൊറിയുന്നു എന്ന്. അല്ലാതെ ഞാനിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും ഈ ചൊറിച്ചിൽ നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ടിരിക്കുക. അല്ലാതെ എൻ്റെ ലിപ്സ്റ്റിക്ക് എത്രയുണ്ട്, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കാൻ വരണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ടിരിക്കുക. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് വഷളാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനി കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞ് വഷളാക്കുന്നില്ല. ഇനി നിങ്ങളിത് ആവർത്തിക്കാതിരിക്കുക. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.